ഇവരുടെ നക്ഷത്ര ദേവത ഇന്ദ്രാഗ്നിയാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ദ്വിദേവതാത്വം. മറ്റുള്ള നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ ഒരു ദേവതയാണ് അതിൻ്റെ അധിപൻ. എന്നാൽ വിശാഖം നക്ഷത്രത്തിന് മാത്രം 2 ദേവതകളുണ്ട്, ഇന്ദ്രനും അഗ്നിയും. ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. വജ്രായുധമാണ് ആയുധം. മഴയുടെയും ഇടിമിന്നലിൻ്റെയും ദേവനായി കണക്കാക്കുന്ന ഇന്ദ്രൻ അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ്. സ്വർഗത്തിലെ അമരാവതി എന്ന കൊട്ടാരത്തിൽ ഭാര്യയോടും ദേവന്മാരോടും കൂടി വസിക്കുന്നു. ഐരാവതം എന്നുള്ളതായിരിക്കുന്ന ഒരു ആനയും ഉച്ചൈശ്രവസ് എന്നുള്ളതായിരിക്കുന്ന കുതിരയും ഇന്ദ്രൻ്റെ വാഹനങ്ങളാണ്. വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നൊരു ദേവനാണ് അഗ്നി എന്ന് പറയുന്നത്. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിരിക്കുന്ന അഗ്നിക്ക് തെക്ക് കിഴക്കിൻ്റെ ആധിപത്യമാണ് ഉള്ളത്. എല്ലാത്തരം അശുദ്ധതകളെയും എരിച്ച് ശുദ്ധമാക്കുന്ന അഗ്നിക്ക് യാതൊരു തരത്തിലായിരിക്കുന്ന അശുദ്ധിയും ബാധിക്കില്ല എന്നുള്ളത് പഞ്ചഭൂതങ്ങളിൽ വെച്ച് മുഖ്യത്വം അഗ്നിക്ക് കൈവരുത്തുന്നു. യാഗാംശങ്ങളെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ ദേവന്മാരുടെ സന്ദേശഹരൻ, ദേവന്മാരുടെ മുഖം എന്നെല്ലാം തന്നെ വർണ്ണിക്കപ്പെടുന്നതായിരിക്കുന്ന അഗ്നി സാരാംശത്തിൽ ഒരു ഗൃഹദേവതയാണ്. പരമപുരുഷൻ്റെ മുഖത്തു നിന്നുമാണ് അഗ്നി ജനിച്ചത് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. അഗ്നിമീളെ പുരോഹിതം എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന മന്ത്രത്തോടുകൂടി ആരംഭിക്കുന്ന ഋഗ്വേദത്തിൽ 200-ൽ പരം സൂക്തങ്ങൾ കൊണ്ട് അഗ്നിയുടെ മഹത്വം വർണ്ണിക്കുന്നുണ്ട്. തങ്ങളുടെ നക്ഷത്ര ദേവതകളായിരിക്കുന്ന ഇന്ദ്രനെയും അഗ്നിയെയും വിശാഖം നക്ഷത്രക്കാർ ആരാധിക്കുന്നത് ജീവിത പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ്. ഓം ഇന്ദ്രാഗ്നിഭ്യാം നമ എന്നുള്ളതായിരിക്കുന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ജീവിത പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം കറുപ്പാണ്. ഒരു മുഖ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കുന്ന സമയത്തിൽ ഈ നിറത്തിലുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങൾ അണിയുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള മേശവിരി, കസേര അല്ലെങ്കിൽ കിടക്കവിരി, പുതപ്പ്, നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന കൈലേസ് അല്ലെങ്കിൽ ടവൽ, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ നിറം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞ കറുത്ത വർണ്ണം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇവരുടെ ഭാഗ്യദിക്ക് പടിഞ്ഞാറാണ്. പ്രധാനമായിട്ടുള്ളതായിരിക്കുന്ന ഒരു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ഈ ദിക്കിന് അഭിമുഖമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, പടിഞ്ഞാറ് ദിക്കിന്. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ ആരംഭിക്കുന്ന സമയം ആ ദിശയിലോട്ട് അല്ലെങ്കിൽ കൂടിയും ആദ്യ ചുവടെങ്കിലും പടിഞ്ഞാറിലോട്ട് വെച്ചതിന് ശേഷം തിരിച്ച് ഉദ്ദേശിച്ച ദിക്കിലേക്ക് യാത്ര തുടങ്ങുന്നതാകും നല്ലത്. ഇവരുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിവസം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഇവരുടെ ഭാഗ്യസംഖ്യ 3 ആണ്. വാഹനങ്ങളുടെയോ മറ്റോ ഒക്കെ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തിൽ 3 എന്നുള്ളതായിരിക്കുന്ന സംഖ്യ വരുന്നത് ഇവർക്ക് വളരെയധികം നന്നായിരിക്കും. ഇവരുടെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ.